Hello guys, it's me Gopika and it's Gokul. Hi. അപ്പോൾ ദിസ് our ഫസ്റ്റ് ഡേ ആണ്. നമ്മൾ എങ്ങോട്ടാ പോകുന്നത് ആദ്യം ലാൻഡ് റിവർ ക്രൂസ് ഷിപ്പ്. ഓക്കെ, നമ്മൾ ക്രൂസ് ഷിപ്പിൽ എക്സ്പ്ലോർ ചെയ്യാൻ പോവാണ്. അപ്പോൾ ഓൾറെഡി ടൈം ഒരു 6:30 ഒക്കെ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നൈറ്റിൽ ക്രൂസ് ഷിപ്പ് ഒന്ന് എക്സ്പ്ലോർ ചെയ്യാം. അപ്പോൾ നമ്മൾ ക്രൂസ് ഷിപ്പിൽ പോകാനായിട്ട് റെഡി ആവുകയാണ്. ഓക്കെ, അപ്പോൾ പോയിട്ട് വരാം. ബൈ. അങ്ങനെ ഞങ്ങൾ ഹോട്ടലിൽ നിന്ന് ഇറങ്ങി താഴെ ചെന്നപ്പോൾ പിക്ക് ചെയ്യാനുള്ള വണ്ടി വന്നു. അല്ലെങ്കിലേ നമ്മളിൽ പലർക്ക് നൈറ്റ് റൈഡൊക്കെ ഒരുപാട് ഇഷ്ടമാണല്ലേ. ഒരുപാട് ലൈറ്റ്സും ബിൽഡിങ്സും ഒക്കെ ഉള്ള കാഴ്ചകൾ കൂടി ആയാൽ പിന്നെ പറയണ്ട, അടിപൊളി തന്നെയാണ്. അങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ നമ്മുടെ ഡെസ്റ്റിനേഷൻ എത്തി. നോക്കിയപ്പോൾ കുറേ ഷിപ്പുകളുണ്ട്. നമ്മുടെ ഷിപ്പിൻ്റെ പേര് കറക്റ്റായിട്ട് അറിയാവുന്നതുകൊണ്ട് തന്നെ കൺഫ്യൂഷനൊന്നും വന്നില്ല. നമ്മുടെ ഷിപ്പിൻ്റെ പേര് ടൗ റോങ് സോങ് ഹാൻ എന്നായിരുന്നു. ഈ റിവറിൻ്റെ പേര് തന്നെ ഹാങ് എന്നാണ്. പിന്നെ നമ്മൾ നേരെ ടിക്കറ്റ് എടുക്കാൻ പോയി കേട്ടോ. ടിക്കറ്റ് എടുത്തു കഴിഞ്ഞപ്പോൾ ഈ പുള്ളി നമ്മളെ അതിൻ്റെ എൻട്രൻസിലേക്ക് കൊണ്ടുപോയി. എൻട്രൻസിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ വേറൊരു ചേട്ടനാണ് സീറ്റ് കാണിച്ചു തരുന്നത്. ആ നിൽക്കുന്ന ചേട്ടൻ നമുക്ക് സീറ്റ് കാണിച്ചു തന്നു. അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ സീറ്റിൽ പോയിരുന്നു. ലൈറ്റ്സും DJ ഒക്കെ ആയിട്ട് പല പല രാജ്യക്കാരുമായുള്ള ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ആയിരുന്നു ഇത്. ഞങ്ങൾ പിന്നെ സീറ്റിൽ തന്നെ ഇരിക്കാതെ കുറച്ച് നേരം ഇരുന്നിട്ട് കുറച്ചുകൂടി കാഴ്ചകൾ മനോഹരമായിട്ട് കാണാനായി അതിൻ്റെ ഓപ്പൺ വ്യൂവിലേക്ക് പോയി. ഈ നൈറ്റ് ക്രൂസ് എന്ന് പറഞ്ഞാൽ തന്നെ ഇവിടെ വളരെ പോപ്പുലറാണ് കേട്ടോ. സിറ്റിയുടെ സ്കൈലൈൻ്റെയും നിയോൺ ലൈറ്റ് പാലങ്ങളുടെയൊക്കെ കാഴ്ചകൾ അതിമനോഹരം തന്നെയാണ്. നമ്മൾ ഒരു നിമിഷം ഒന്ന് സ്റ്റക്കടിച്ച് നോക്കി നിന്ന് പോയി മനോഹാരിതയിലേക്ക്. അത്രയ്ക്ക് അടിപൊളിയാണ് ഇവിടുത്തെ ഈ കാഴ്ചകൾ. അങ്ങനെ ഞങ്ങൾ ഈ കാഴ്ചകളൊക്കെ കണ്ട് ആസ്വദിച്ചുകൊണ്ടിരുന്നപ്പോൾ ഷിപ്പിൻ്റെ അകത്തുനിന്ന് ഒരു ചേച്ചി ഡാൻസ് കളിച്ചുകൊണ്ട് വരുന്നു. ഇതിവിടുത്തെ ഒരു ട്രഡീഷണലായ ചാം ഡാൻസാണ്. എല്ലാവരും ഒരു നിമിഷത്തേക്ക് ലൈറ്റ് ഷോസ് ഒക്കെ മറന്ന് ആ ഡാൻസിൽ ഇങ്ങനെ മുഴുകിപ്പോയി നിന്നു. കൂടെ ആ ചേച്ചി കാഴ്ചക്കാരിയായ മറ്റൊരു പുള്ളിക്കാരിയെ വിളിച്ച് ഡാൻസ് ചെയ്യിപ്പിച്ചു. അത് കുറച്ചുകൂടി ഒരു പ്രത്യേകതയായിട്ട് തോന്നി. പിന്നെ ഞങ്ങൾ 2 ഡ്രിങ്ക്സൊക്കെ വാങ്ങി കുടിച്ച് കാഴ്ചകളിങ്ങനെ തുടർന്നു. അപ്പോൾ ഈ പുള്ളി ഒഴിച്ച് ബാക്കി എല്ലാവരും എന്തോ കാണാനായിട്ട് വെയിറ്റ് ചെയ്യുമായിരുന്നു. എന്താണെന്നറിയാൻ ഞങ്ങളും ഒന്ന് നോക്കി നിന്നു. ഈ ഡ്രാഗൺ ബ്രിഡ്ജിലെ ഫയർ കാണാനാണ് എല്ലാവരും കാത്തിരുന്നത്. ഇത് ഇവിടുത്തെ ഫേമസ് ആയ ഡ്രാഗൺ ബ്രിഡ്ജ്. കൃത്യം രാത്രി 9 ഇതിൽ ഫയർ ആൻഡ് ലൈറ്റ് ഷോ ഉണ്ട്. ആദ്യമേ കണ്ടില്ലേ ഡ്രാഗൺ തീതുപ്പും പിന്നെ വെള്ളം. ഇത് കാണാൻ വേണ്ടിയാണ് ഇത്രയും ക്രൂസുകളും അതിനകത്ത് ഇഷ്ടം പോലെ ആളുകളും ഇവിടെ ഇങ്ങനെ വന്ന് കാഴ്ച കാണുന്നത്. കാഴ്ചയുടെ മനോഹാരിത കൂട്ടാനായിട്ട് ഒരു കൂട്ടം കിളികളിതായി പറന്നു പോന്നു. അത് നല്ലൊരു കാഴ്ചയായിരുന്നു കേട്ടോ. അങ്ങനെ നല്ലൊരു ക്രൂസേഴ്ഷിപ്പ് എക്സ്പീരിയൻസ് കഴിഞ്ഞിട്ട് ഞങ്ങൾ വിയറ്റ്നാം നഗര കാഴ്ചകളും എങ്ങനെ ആസ്വദിച്ച് തിരിച്ച് റൂമിലേക്ക് പോയി. Day 2 കാഴ്ചകളുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.